തൽക്കാലം എന്ത് ചെയ്യണേ ഇടയില്ലേ അങ്ങനെ കട്ട് ചെയ്യാം. എന്നിട്ട് അവിടെ അതിൻ്റെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് അവിടെ കൊണ്ടുപോയി ചെയ്യാം. അങ്ങനെ അല്ലെങ്കിൽ ചിലപ്പോൾ വൈകാൻ പാടില്ല, ടൈമേ വൈകാൻ പാടില്ല, എത്രയും പെട്ടെന്നാവണം. അതാണ് ഇതിൻ്റെ പരിപാടി. ഇതൊക്കെ അങ്ങനെ നമ്മൾ റെഡിയാക്കി വെച്ചതാണ്. അതിന് തലപ്പിലേസം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടേ തെയ്യ് ചെയ്യാണ്ട് അവിടെ മാവിൻ്റെ തൈകൾ കുറേ ഉണ്ടാക്കിയതുണ്ട്. അപ്പോൾ അതിലേക്ക് ഫിറ്റ് ചെയ്യാനുള്ള അത് വേറെ ഇനം. ഞാൻ നേരെ തെയ്യിലേക്ക് ഘടിപ്പിക്കാനുള്ള തെയ്യില് ഇതിപ്പോൾ കൊണ്ടുവച്ചാൽ 20 ദിവസം കൊണ്ട് നമുക്ക് തെയ്യായി മാറി. അത് വേര് പിടിപ്പിക്കൽ പരിപാടിയാണ്. അത് വേര് പിടിപ്പിക്കൽ പരിപാടി. ഇത് വേര് പിടിപ്പിക്കലല്ല, ഇത് ബെഡിങ്. നമ്മൾ ബെഡ് ചെയ്യുക, അത് ബെഡല്ല. അത് അതിന് എയർ ലെയറിങ് പറഞ്ഞാണ്. അത് നേരെ ഉടനെ കായ്ക്കും. ഇത് നല്ല മാവാണ്. എന്താ ഒരു പേര് പറഞ്ഞു, പുതിയ മാവാണ്. വാങ്ങണ്ടാവേണ്ട അതിപ്പോ വെട്ടാനായി തുടങ്ങി. മാസം പാടെ കഴിഞ്ഞാൽ പറ്റുള്ളൂ. അതിന്റെ അങ്ങോട്ട് വീണിട്ടുണ്ടല്ലോ, അങ്ങോട്ട് വീണതുകൊണ്ടാ. അങ്ങോട്ടും വീണോണ്ട് അല്ല, ഈ ഒരെണ്ണം അങ്ങോട്ട് പോലെ വീടിന്റെ അടുത്ത് വീണിട്ടുണ്ട്. അതോ അത് വിട്ടില്ല, അത് വെട്ടേണ്ട ആവശ്യമില്ല. അതല്ല, ഇവിടെ ഇതിവിടെ കട ഒരു കൊടുത്തു കഴിഞ്ഞാലേ കൊടുത്തു കഴിഞ്ഞാൽ അതിനും തടസ്സമാണ്. അതുകൊണ്ട് അതിന്റെ പരിപാടിയാണ്. ഞാൻ കുറച്ച് ചെയ്ത് ഞാൻ റെഡിയാക്കി ചെയ്യാണ്ടേ പോകുന്നതാണ്. എന്താ പെട്ടെന്ന് ചെയ്യണത്? ഒരു വല്ലാതെ ടൈം കൊടുക്കാൻ പാടില്ല. നല്ലത് വൈകിയാല് ഞാൻ ഇവിടെ എത്തിയല്ലേ, ചിലപ്പം വെട്ടി പോകാനാണ്. അപ്പോൾ വെട്ടി പോകാനുള്ളത് ഞാനിപ്പോൾ ഉണ്ടോ തെയ്യുണ്ട്, അവിടെ കുറേ ചെയ്യാനുള്ളതുണ്ട്. ചെയ്യാനുണ്ടോ 15 1 2 3 4 5 6 7 8 9 10 ഇഷ്ടം പോലെ. തൽക്കാലം ഇപ്പോൾ മതി, നടക്കട്ടെ. പൊടിച്ചതേ കയറിക്കോ കയറിക്കോ കയറിക്കോ. ഇതണ്ട ഈ ഇങ്ങനെ വന്നത് വേഗം പിടിക്കും. പരീക്ഷണം നാളെ അതേമാതിരി കൊണ്ട്. അപ്പോൾ ഇതാണ് നമ്മളെ സയോൺ എടുത്തു കൊടുക്കുന്നത്. കണ്ടില്ലേ, ഇതേ വലിപ്പത്തിലുള്ള സയോണാണ് നമുക്ക് ആവശ്യം. പിന്നെ അതിൻ്റെ ഏകദേശം എത്ര വലിപ്പമാണ് സിപ്പപ്പിൻ്റെ കവറിൻ്റെ ഉള്ളിൽ കൊള്ളുന്ന രീതിയിൽ വേണം നമ്മൾ ചെയ്യാൻ. അപ്പോൾ അതിൻ്റെ ചെയ്യാനുള്ള, അപ്പോൾ ഇത് കുറേ മുന്നേ വെട്ടിച്ചാണ്. അപ്പോൾ ഇല കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇലയൊക്കെ പോയി പുതിയ തളിര് വരവ് തുടങ്ങി. തളിര് പുതിയത് വരവ് തുടങ്ങി. അപ്പോൾ ഇത് പെട്ടെന്ന് ഇപ്പോൾ വെച്ച് കഴിഞ്ഞാൽ പിടിക്കാൻ കൂടുതൽ ഇതാണ് സാധ്യത കൂടുതൽ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ പരിപാടിയാണ് ഗ്രാഫ്റ്റിംഗ് ബെഡിങ്ങിൻ്റെ പരിപാടിയിലേക്ക് പോവുക. അതാണ് പരിപാടി. വീഡിയോ കാണുന്ന പോലെ ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണുക, പഠിക്കുക. വീട്ടിലൊക്കെ നല്ല മാവ് എവിടെയെങ്കിലൊക്കെ കാണുന്ന സമയത്ത് സ്വയം ചെയ്ത് നോക്കുക. മാവിൻ്റെ തെയ്യൊക്കെ ഉണ്ടാവില്ല, തെങ്ങിൻ്റെ ഒട്ടൊക്കെ കിടക്കുന്നുണ്ടാവും. അപ്പോൾ ചെയ്യാം. പപ്പേ ഇവിടെ ചെറിയ പണിയുണ്ട്, ഞാൻ നോക്കട്ടെ. അപ്പോൾ എങ്ങനെ ഇതെങ്ങനെ നോക്കണം കേട്ടാ. വണ്ണം കൂടിയത് ഇതിന് സൂട്ടായത് തന്നെ എടുക്കണം. അപ്പോൾ ഏതാ സൂട്ട് നോക്കിയിട്ട് കുറച്ച് വണ്ണമുള്ള ഐറ്റം ഇതേണ്ട. ലേശം വണ്ണം ഏറെയാണ്. അങ്ങനെ
വേണ്ട രീതിയിൽ ലൈൻ എടുക്കണം. നല്ല നടക്കുള്ളൂ, അല്ലഞ്ഞാൽ വ്യത്യാസം വരും. ഏകദേശം ലെവലാണ്, കുറച്ച് കയറാൻ. ഓക്കെ, അത്ര നീളമൊന്നും വേണ്ട, ആകെ ഇത്രയും നീളെ വേണ്ടുള്ളൂ നമുക്ക്. ഈ നീളെ വേണ്ടുള്ളൂ. അപ്പോൾ ഇത് ഇവിടെ ചെന്ന് കണ്ടിക്കുക. ഓക്കെ, ചെത്തേണ്ട രീതിയാണ് ഇങ്ങനെ ചെരിച്ചിട്ടുള്ള ചെത്തലാണ്. കത്തി നല്ല മൂർച്ചം വേണം, അല്ലഞ്ഞാലേ പെട്ടെന്നാവില്ല. ഇങ്ങനെ ഒന്നിൻ്റെ കട്ട് ചെയ്യാം. എൻ്റെ ഈ വലുപ്പത്തിൽ കട്ട് ചെയ്യാം. കാണില്ലേ, എന്താണെന്ന് വിചാരിക്കുക. അല്ലേ, ഇതാണ് വി കട്ടി വെഡ്ഡിങ് പറഞ്ഞാൽ. ഇതുപോലെയാണ് പൊളിച്ചു കൊടുക്കുക. സെൻറ്റർ കണ്ട ഇതുപോലെ ഇങ്ങനെ ഇറക്കുക. ഉണ്ടല്ലേ, അതാണ് വി കട്ട് വെഡ്ഡിങ്. എന്നിട്ട് ഇതിങ്ങനെ ഇട്ട് കൊടുക്കുക. ഇതിലൊടുക്കാണ്ട് വെച്ച് കൊടുത്താൽ ഉണ്ടോ, രണ്ടും ക്ലിയർ ആവണം. ഏതെങ്കിലും ഒരു സൈഡ് എന്തായാലും ക്ലിയർ ആവണം. ഒരു സൈഡ് ഫുള്ളായിട്ട് ക്ലിയർ ആവണം. ഈയാണ് മുണ്ടല്ല, ഞാൻ അതൊന്ന് ചെയ്യട്ടെ. പാട്ട് പാടുക, എന്നാ പാട്ട് പാടിക്കോ. ജ്യൂസോ, ദോശ എടുക്കുക. നമ്മൾ പേരക്കുട്ടി നമുക്ക് ദോശ ഉണ്ടാക്കുന്നുണ്ട്. ഓള് ഇമ്മയാണ്. ഇതൊന്നിട്ട് വന്നാട്ടൊന്ന് പിടിച്ചാ മച്ചിയെ, ഒന്നിട്ട് വന്നാണേ. മച്ചി ഒന്ന് വന്നാണേ, ഇതൊന്ന് പിടിക്കാൻ. ഇതാണ് തന്നെ പോയിക്കോളിട്ടാ, വേഗം വരി. നിങ്ങളാരെ കാണാൻ വന്നേക്കണേ, വേഗം വഴി വന്നാ. അങ്ങോട്ട് വരി, അങ്ങോട്ട് വാ. ഇവിടെ നിൽക്കേ. നമ്മളാണ് നമ്മളെ മച്ചി. എല്ലാവരോടും ആയി പറഞ്ഞ, ഞാൻ ഇതിക്ക് നോക്കിയാൽ ആയി പറയും. ടാറ്റാ പറഞ്ഞ. സുഖല്ലേ ചൊക്കെ? ഞങ്ങൾ ബെഡ് ചെയ്യണ അറിയാം. മാവിൻ്റെ തൈകള് ബെഡ് ചെയ്യുന്ന പരിപാടിയാണ്. എല്ലാവരും ലൈക്ക് അടിക്കണം, ഇതുപോലെ ചെയ്യണം എന്ന് പറയാം. അപ്പോൾ ഒന്ന് ചെയ്ത് നമ്മൾ കേട്ടാ. ഇതെനിക്കാണ് കേട്ടാ, ഇത് കയ്യിൽ പിടിച്ചോ. അന്ന് നമ്മൾ കുറച്ച് നേരം ഒന്നാണ്ട് ചവിട്ടി പിടിച്ചോ, അല്ലെങ്കിൽ നമ്മൾ. അപ്പോൾ പറഞ്ഞോ, എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ലൈക്ക് അടിക്കണം. ഞങ്ങൾ ബെഡ് ചെയ്യാണ്. കൈമ തട്ടിക്കണം. കത്തി മൂർച്ചം കൂടിക്കണം. കത്തി മൂർച്ചം കൂടി. ഇപ്പം വരാം. ഇത് കഴിഞ്ഞാട്ടെ.
അത് ഇത് ബെൻഡിങ് ശരിയേ. അപ്പോൾ സുഹൃത്തുക്കളെ കണ്ടോളിട്ടാ, ഇടയ്ക്കിടയ്ക്കൊന്ന് ഞാനിങ്ങനെ ഒന്ന് ചവിട്ടി പിടിക്കുന്നുണ്ട്. ഇതൊക്കെ ചെയ്യുന്ന എല്ലാം കൂടി ആകുമ്പോൾ നമ്മളെ വീഡിയോ ലോങ്ങാ കണ്ടച്ചിട്ടേ. മെയിനായിട്ട് ഇതിൻ്റെ രണ്ട് സൈഡും ക്ലിയർ ആയിരിക്കണം. ക്ലിയർ ആവാഞ്ഞാലാണ് നമ്മൾ ചെയ്തത് നഷ്ടത്തിലാവില്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു കെട്ടാണ്ട് കൊടുക്കുക, എന്നാൽ ടൈറ്റാക്കി കൊടുക്കുക. അപ്പോൾ കറണ്ട് പോയാ എന്താ ചെയ്യുക. ഞാൻ വരുമ്പോൾ ചായ ഒക്കെ ഉണ്ടാക്കി വിട്ടാ. ചായ വേണം, ചായക്ക് കറി വേണം. പിട്ട് കടലേ ആയിക്കോട്ടെട്ടാ. നമുക്ക് പിട്ടും കടലും കഴിക്കാമല്ലേ. ഞാൻ അപ്പം ഇതിന് ഒരു വാറട്ട് കാണിച്ചു കേട്ടോ. ഇതാണ് ഇപ്പോൾ നമ്മളെ സിപ്പപ്പിൻ്റെ കവറാണ്. സിപ്പപ്പിൻ്റെ കവർ എല്ലാവർക്കും അറിയാം. അപ്പോൾ അതാ കണ്ട ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് പിന്നെ അടിയിൽ ലാസ്റ്റ് ഒന്ന് കെട്ടി കൊടുക്കണം. അപ്പോൾ തൽക്കാലം കെട്ടണില്ല, കെട്ടും. ഒന്ന് കെട്ടുകയും ചെയ്താൽ ഏറ് അതിലെ കുമിളിരിറ്റി വെള്ളത്തിൻ്റെ ഈർപ്പം വേണ്ട, എന്നാലേ പിടിക്കുള്ളൂ. വേണ്ടിയില്ലേ? അതുപോലെ ചെയ്യുക. ഈ ലെവലിൽ ഇങ്ങനെ ചെയ്താൽ മതി. ഇങ്ങനെ ഇതിൽ ഇത് കട്ട് ചെയ്യുക. ഇത്രയും നീളത്തിൽ കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് പൊളിച്ച് അതിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുക്കുന്നത്.